ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1820 ദിവസമായ ഇന്ന് 2026 മെയ് മാസം 9 ശനിയാഴ്ച. 1201 ആണ്ട് മേടമാസം 26 ഗുരുവചനങ്ങളിലൂടെ ഏതു നിയമങ്ങളെയും കാലാനുസരണം പരിഷ്കരിക്കുക തന്നെ വേണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ ദക്ഷിണ ഭാരതത്തിലെ 3 ഗുരുക്കന്മാർ എന്ന് വിവരിക്കുന്നതിൻ്റെ 29 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. നമ്മുടെ ചിന്താവിഷയമായിരിക്കുന്ന 3 ഗുരുക്കന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നതിന് ഈ പറഞ്ഞതൊക്കെ കണക്കിലെടുക്കേണ്ടതുണ്ട്. അവരുടെ പ്രവർത്തന മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രവും ഗുരുക്കന്മാരെന്ന നിലയിലുള്ള അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന പശ്ചാത്തലവുമായിരുന്നു കാഞ്ചി. ശങ്കരാചാര്യർ AD 788 അതിനോടടുപ്പിച്ചോ കേരളത്തിലെ കാലടിയിലാണ് ജനിച്ചത്. അതിന് തൊട്ടടുത്തുള്ള ആലുവയിൽ തന്നെ നാരായണ ഗുരുവും അദ്വൈതാശ്രമം സ്ഥാപിക്കുവാനിടയായി. രാമാനുജാര്യർ 1017 കാഞ്ചിക്കടുത്തുള്ള ശ്രീപെരുമ്പത്തൂരിലാണ് ജനിച്ചത്. ശ്രീരംഗം ഉൾപ്പെടെയുള്ള മഹാക്ഷേത്രങ്ങളുടെ നാടാണത്. ആ പ്രദേശത്ത് നിലനിൽക്കുന്ന തത്വവിചാരങ്ങളും ആശ്രമ ജീവിത സമ്പ്രദായങ്ങളും വിഷ്ണു ഭക്തിക്ക് വേദാന്ത സമ്മതമായ ഭാവപകർച്ച നൽകുന്ന തരത്തിലുള്ളതാണ്. വടക്കു നിന്നെത്തിയ വേദങ്ങളെയും അവയോടനുബന്ധിച്ചുള്ള മറ്റു പ്രമാണ ഗ്രന്ഥങ്ങളെയും അംഗീകരിക്കുന്ന രാമാനുജ മതക്കാരെ വടകലൈ എന്നും തമിഴ് ആശ്രമങ്ങൾക്ക് പ്രാമാണികത നൽകുന്ന രാമാനുജ മതക്കാരെ തെങ്കലൈ എന്നുമാണ് വിളിച്ചു പോരുന്നത്. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.